ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നുള്ളൂ. പക്ഷെ എന്നാൽ അവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രില്ലുണ്ട് അല്ലേ? 7 എണ്ണം വെച്ചിട്ട് ഉണ്ടാവും. അങ്ങനെ ഒരു ബണ്ടലായിട്ട് വരുന്ന ഒരു തരം ഇത് അറ്റത്ത് ഇങ്ങനെ ലോക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ലോക്ക് ചെയ്ത്. ഹായ് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഏറ്റവും അത്യാവശ്യം വരുന്നൊരു സംഭവമാണ്. അതായത് ബാൽക്കണി. എല്ലാ ഫ്ലാറ്റുകൾക്കും ബാൽക്കണി ഉണ്ടാവും. അപ്പോൾ ഈ ബാൽക്കണിയിൽ നമ്മുടെ ഒരു കൈവരി പൊക്കം വരെയുള്ള ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ മേളിലേക്കുള്ള ഓപ്പൺ ആയതുകൊണ്ട് പിള്ളേരൊക്കെ താഴത്തേക്കൊക്കെ നോക്കി വീണു പോകും, അല്ലെങ്കിൽ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വീണു പോകുന്നൊക്കെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. അപ്പോൾ അവിടെ ഒരു ഗ്രില്ലടിക്കണം. ഭയങ്കര വലിയ ഗ്രില്ലൊന്നും അടിക്കാനും പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റിൻ്റെ ആ ഒരു മുഖച്ചായക്ക് വ്യത്യാസങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഫ്ലാറ്റിൻ്റെ അതോറിറ്റിയൊന്നും ചിലപ്പോൾ അത് സമ്മതിച്ചൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവർക്കും ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ടെൻഷനുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനൊരു നല്ലൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് രതീഷാണ്. നമസ്കാരം. അപ്പോൾ ഇദ്ദേഹം ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം, ഒരു സൊല്യൂഷനും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റിന് വരുന്ന ഇൻവിസിബിൾ ഗ്രില്ല്. ഇൻവിസിബിൾ ഗ്രില്ല് എന്നാണ് ഇതിന്റെ പേര്. അതായത് ഇൻവിസിബിൾ ഗ്രില്ലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ഫ്ലാറ്റിൻ്റെ താഴെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രില്ല് പെട്ടെന്ന് കാണാൻ പറ്റില്ല. അതൊരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നുള്ളൂ. പക്ഷെ എന്നാൽ അവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രില്ലുണ്ട് അല്ലേ? അതിനുള്ളൊരു ഗ്രില്ലുണ്ട് അതിന്റെ. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ പർപ്പസ് എന്നുള്ളത്? അത് നമുക്ക് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നേരെ ഈ ഫ്ലാറ്റുകളുടെ കൈവിരിയുടെ മേളിലേക്ക് നമുക്ക് ഒരു സാധനങ്ങളും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ വീടുകളിൽ കുട്ടികളുണ്ടാവും. ആ കുട്ടികൾ ചിലപ്പോൾ അതിൻ്റെ മേളിൽ ഇതിൻ്റെ മേളിലൊക്കെ കയറുന്ന കുട്ടികളുണ്ടാവും. പക്ഷെ ആ കുട്ടികൾ അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്ക് വീഴുമോ എന്നുള്ള പേടി നമുക്ക് വീട്ടിലുള്ള ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാവും. അപ്പം മാതാപിതാക്കൾ നമുക്കിപ്പോൾ വീട്ടിൽ വെച്ച് നമ്മളെ കുട്ടികൾ നിർത്തിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ജോലിക്കോ കാര്യങ്ങളൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പേടി ഉണ്ടാവും. ഇത് കുട്ടികൾ അതിൻ്റെ മേളിലേക്ക് കയറിയിട്ട് വീഴുമോ ഇല്ലേ എന്നുള്ളൊരു പേടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ നെറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതല്ല, അത് ഒരു ബേഡ് നെറ്റ് കയറാണ്ടിരിക്കാമെന്ന് മാത്രമുള്ള അതിൻ്റെ അകത്തൊരു ഉപയോഗം. അപ്പോൾ അത് ഒരു പേടി ഉണ്ടാവും എല്ലാവർക്കും ചെയ്യാനായിട്ട്. പക്ഷേ അതേസമയം നമുക്ക് വേറെ നല്ലൊരു ഗ്രില്ല് അടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റിൻ്റെ ഓണേഴ്സല്ല, അതിൻ്റെ ഇവർ സമ്മതിക്കില്ല. ശരിക്കും പറഞ്ഞാൽ അവർ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയും, മുഖച്ഛായ മാറും, അതിനങ്ങനെ അലൗഡ് അല്ല എന്നുള്ള പല ഫ്ലാറ്റുകളും പറയാറുണ്ട്. പക്ഷേ ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര ദൂരത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാലും അടുത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു സാധനമാണ് ഇൻവിസിബിൾ ഗ്രില്ല് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ്. ഇപ്പോൾ എറണാകുളം സിറ്റിയിൽ നമുക്ക് ഒരുപാട് ഫ്ലാറ്റുകളുണ്ട്. അവിടെയൊക്കെ ഈ സാധനം നമ്മൾ ചെയ്തു വരുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല അതെന്താ ചെയ്യണേന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇത് നമ്മളത് പുതിയതല്ല, കുറച്ച് കാലങ്ങളായിട്ട് നമുക്കിവിടെ ഉള്ള സാധനമാണ്. അപ്പോൾ ഞങ്ങളായിട്ട് തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഫ്ലാറ്റുകൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതിനുപയോഗിക്കുന്ന ഒരു ചാനലാണ് ഈ ഒരു അലൂമിനിയം ചാനൽ. ഈ അലൂമിനിയം ചാനൽ 3mm ചാനലാണ്. നല്ല ഗേജുള്ളൊരു ചാനലാണ്. പിന്നെ വരുന്നത് അതിൻ്റെ റോപ്പ്. ഈ റോപ്പാണ് അതിന് വരുന്നത്. ഈ റോപ്പ് അതിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇതുപോലെ കുറേ റോപ്സുകളുണ്ടാവും. അതായത് 7 റോപ്പുകളാണ് ഇത് കൂടിയത്. 7 റോപ്പിൻ്റെ ഉള്ളിൽ 7 എണ്ണം വെച്ചിട്ട് ഉണ്ടാവും. അങ്ങനെ ഒരു ബണ്ടലായിട്ട് വരുന്ന ഒരു തരം റോപ്പാണ് ഇത്. തുരുമ്പ് പിടിക്കില്ല. 316 ഗ്രേഡ് എന്ന് പറഞ്ഞ ഒരു ഗ്രേഡാണിത്. അതുമ്പോൾ നൈലോൺ കോട്ടിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ അതിലുപരി നമുക്ക് പ്രാവുകൾ കാര്യങ്ങൾ വരാണ്ടിരിക്കാനുള്ള അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അതും കൂടി ഫ്ലാറ്റിൽ വന്ന് കയറൽ ഭയങ്കര ഇടങ്ങേറാണ്. അപ്പോൾ അത് വന്ന് വരാണ്ടിരിക്കാനും വേണ്ടി അത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഇത്തിരി എക്സ്പെൻസീവ് ആണ്. എങ്കിലും നമുക്ക് ഒരു നല്ലൊരു ഇൻറ്റീരിയർ ചെയ്തേക്കണ ഒരു ഫ്ലാറ്റിൽ നമുക്ക് ഇതുപോലെ പ്രാവിൻ്റെ ശല്യമോ കുട്ടികളുള്ള പേടിച്ചിട്ട് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നല്ലൊരു ഇൻറ്റീരിയർ ചെയ്തേക്കണോട് നമുക്ക് സാധാരണ ഒരു ബേഡ് നെറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കണ്ടു കഴിഞ്ഞാൽ ആ ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആയിരിക്കും ചിലപ്പോൾ ചെയ്തേക്കണത്. പക്ഷേ അവിടെ അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടൊരു സാധനമാണ് ഇൻവിസിബിൾ ഗ്രില്ല് എന്ന് പറഞ്ഞാൽ. ഏറ്റവും നല്ല ക്വാളിറ്റിയും കാണുമ്പോൾ ഒരു അലവസരം ഇല്ലാതെ കാണുന്ന ഒരു സാധനമാണ് ആ സാധനം.
ഐറ്റംസ് ഒക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറഞ്ഞത്. എന്തൊക്കെയാണ് സംഭവങ്ങൾ? ഇത് ഇൻവിസിബിൾ ഗ്രില്ലിന്റെ ചാനലാണ്. മേളിലും താഴത്തും വരുന്ന അലൂമിനിയത്തിന്റെ ചാനലാണ്. ഈ രണ്ട് സൈഡിലും ഈ സെയിം ചാനലാണ്. താഴെ മുകളിൽ ഈ ചാനൽ വരും. ഇതിലൊരു കവർ വരും എല്ലാം കഴിയും. അതിന്റെ മേളിലെല്ലാം കൂടി കവർ വരും. ഈ സൈഡിൽ തന്നെ ഇതിന്റെ ചാനൽ ഗേജ് വരുന്നത് 3mm ഗേജ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ബോൾട്ട് ഇതിൽ ഓൾറെഡി ഫിക്സഡ് ആയിട്ടാണ് വരുന്നത്. അത് ഓൾറെഡി ഫിക്സഡ് ആക്കിയാണ് വെച്ചിട്ടുള്ളത്. ലൂസ് ചെയ്ത് എടുക്കാൻ പറ്റും, എന്നാൽ അത് അങ്ങനെ തന്നെ ഫിക്സ് ചെയ്തിട്ട് കറക്റ്റ് അളവിൽ തന്നെ വരും. ഇത് 2 ഇഞ്ച് ഗ്യാപ്പാണ് ഇതിന്റെ വരുന്നത്. 2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇത് ഓരോന്നോരോന്നോരോന്ന് ഉണ്ടായിരിക്കും. പിന്നെ അത് മേളിലേക്ക് ബോൾട്ട് ചെയ്യണത് ഇത് ബോൾട്ടാണിത്, ആങ്കർ ബോൾട്ടാണ്. ഇത് SS-ന്റെ തന്നെയാണ്, തുരുമ്പ് പിടിക്കില്ല. ഇതും അതുപോലെ തന്നെ അതിനുവേണ്ടി കൊടുക്കുന്ന ഒരു ചാനൽ ഇതാണത്, ഗ്രിപ്പ് ഇട്ടിട്ടാണ് ചെയ്യണത്. ഇത് അതിന്റെ ഒരു കണക്ടറാണത്, ടൈറ്റ് കണക്ട് ചെയ്യുന്നതാണ്. ഇത് അതുപോലെ തന്നെ ക്രോസ് ആയിട്ട് വരുന്ന കേബിൾ ടൈറ്റ് ചെയ്യാനുള്ള ഒരു ഫിഷറാണിത്. പിന്നെ ഇതിന്റെ റോപ്പാണ് ഈ വരുന്നത്. റോപ്പ് നേരത്തെ കണ്ടായിരുന്നു, എന്നാൽ ഇതിന്റെ റോപ്പാണ്. ഇത് നൈലോൺ കോട്ടഡ് റോപ്പാണ് ഇതിന്റെ വരുന്നത്. നൈലോൺ കോട്ടിങ് വരുന്നത്. ഇതിന്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 7 റോപ്പുകളാണ് ഇതിന്റെ അകത്ത് വരുന്നത്. 7 റോപ്പിന്റെ ഉള്ളിൽ അത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് 7 എണ്ണം വരും. 49 ഏകദേശം 49 റോയൽ റോപ്പുകൾ ഇതിന്റെ അകത്ത് ഉണ്ട്. ഇത് സ്ട്രോങ് ആണത്. ഇത് 316 ഗ്രേഡ് ആണ്, നൈലോൺ കോട്ടിംഗ് ആണ്. ഇത് വേറെ പ്രശ്നങ്ങളൊന്നും ഇതിന്റെ അകത്തില്ല. ഇത് അറ്റത്ത് ഇങ്ങനെ ലോക്ക് ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ലോക്ക് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. മറ്റേന്തെങ്കിലും ടൈറ്റ് ചെയ്തതിനു ശേഷം ഇത് ടൈറ്റ് ചെയ്യും. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ എന്തായാലും ഇത് മിക്ക ഫ്ലാറ്റുകൾക്ക്, ഞാൻ ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്ലാറ്റുകളൊക്കെ ഈ ഇതിനൊരു സൊല്യൂഷൻ ചോദിച്ചിട്ട് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും ഇങ്ങനത്തെ സംഭവം എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ഇനി ചോദിക്കുന്നവർക്ക് ഈ ഒരു സംഭവം തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് ആവശ്യമുണ്ടെന്ന്, ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ രതീഷിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഗ്യാരണ്ടി ആയിട്ട് പക്കയായിട്ട് നമ്മൾ ചെയ്തും കൊടുക്കുന്നതാണ്. അപ്പോൾ വീഡിയോ എന്തായാലും ഞാനിവിടെ അവസാനിപ്പിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരോട്ടും എത്തിക്കുക, കാരണം ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് എത്തിച്ചു കൂടി കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.